എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്നൊരു കുറ്റാന്വേഷണ കഥയാവാം. സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ഷെർലോക്ക് ഹോംസ് കഥകളിലെ ദി സ്പെക്കിൾഡ് ബാൻഡ് പുള്ളിത്തലക്കെട്ട് എന്ന കഥ. സ്വന്തം തൊഴിലിനെ പണത്തേക്കാൾ സ്നേഹിച്ചിരുന്ന ഹോംസ് സാധാരണ കേസുകളിലൊന്നും ഇടപെടാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തെങ്കിലും അസാധാരണത്വമോ അപൂർവതയോ ഉള്ള കേസുകളിലാണ് ഹോംസ് ഏറെയും ഇടപെട്ടിരുന്നത്. വൈവിധ്യപൂർണമായ കേസുകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് പ്രശസ്തമായ സ്റ്റോക്ക് മൊറാൻ കുടുംബത്തിലെ റോയിലോട്ടുകാരുമായി ബന്ധപ്പെട്ട സംഭവം. അതിലെ രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. അന്നു ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ മുറികളിൽ അവിവാഹിതരായി കഴിയുകയായിരുന്നു. ഈ കഥ ഇതിനു മുമ്പ് തന്നെ ഞാൻ രേഖപ്പെടുത്തിയേനെ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതല്ലെന്ന് ഒരു മഹതിയോട് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം അവർ അകാലചർമ്മം അടഞ്ഞതുമൂലം ആ ബാധ്യതയിൽ നിന്നും ഞാൻ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ അപാകതയില്ല. 1883 ഏപ്രിൽ മാസത്തിലെ ഒരു പ്രഭാതം ഞാൻ ഉറക്കമെണീറ്റപ്പോൾ ഷെർലക് ഹോംസ് എൻ്റെ കട്ടിലിനരികിൽ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നു. എപ്പോഴും സമയനിഷ്ഠ പാലിക്കാറുള്ള എനിക്ക് അല്പം നീരസമുണ്ടാകാതിരുന്നില്ല. വാട്സൺ, നിങ്ങളെ വിളിച്ചുണർത്തുന്നതിൽ വിഷമമുണ്ട്. എന്തു ചെയ്യാം? മിസ്സസ് ഹഡ്സനെ ആരോ വിളിച്ചുണർത്തി. അവർ എന്നെയും, ഞാൻ നിങ്ങളെയും. എന്തുപറ്റി? അഗ്നിബാധയോ മറ്റോ? ഇല്ല, പരിഭ്രമിച്ചവശയായ ഒരു യുവതി എന്നെ കാണാൻ വന്നിരിക്കുന്നുവെന്ന്. അവരിപ്പോൾ താഴെ സ്വീകരണമുറിയിലുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് തീർച്ച. നല്ല രസമുള്ള കേസാണെങ്കിൽ ആദ്യം മുതലേ അന്വേഷണത്തിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമെന്നറിയാം. അതാണ് ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തിയത്. തീർച്ചയായും. അതിൽ പരം സന്തോഷമുള്ള മറ്റൊരു കാര്യവുമില്ല. ഞാൻ പെട്ടെന്ന് എണീറ്റ് വസ്ത്രം ധരിച്ചു. 2-3 മിനിറ്റിനുള്ളിൽ തയ്യാറായി. സ്നേഹിതനെ പിന്തുടർന്ന് സ്വീകരണമുറിയിലെത്തി. അവിടെ ജനാലയ്ക്ക് സമീപം കറുത്ത വസ്ത്രം ധരിച്ച് മൂടുപടം അണിഞ്ഞിരുന്ന സ്ത്രീ ഞങ്ങളെ കണ്ട് എണീറ്റ് നിന്നു. അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹോംസിനെ അഭിവാദ്യം ചെയ്ത ശേഷം അവർ മൂടുപടം മാറ്റി. വലിഞ്ഞു മുറുകിയ വിളറിയ മുഖവും കാതരമിഴികളും അവർ അന്തക്ഷോഭം കൊണ്ട് വീർപ്പുമുട്ടുകയാണെന്ന് വിളിച്ചറിയിച്ചു. ഹോംസ് അവരെ ആകപ്പാടെ ഒന്ന് നോക്കി. കുനിഞ്ഞ് കയ്യിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാം. സർ, ഈ പീഡനം എനിക്ക് സഹിക്കാൻ വയ്യ. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മിസ്റ്റർ ഹോംസ്, താങ്കളെക്കുറിച്ച് മിസ്സിസ് ഹാരിൻഡോഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് താങ്കൾ വലിയ സഹായം ചെയ്തു കൊടുത്തല്ലോ. അവരാണ് അങ്ങയുടെ മേൽവിലാസം എനിക്ക് തന്നത്. സർ, ദയവ് ചെയ്ത് എന്നെ കൂടെ അങ്ങയ്ക്ക് സഹായിച്ചുകൂടെ? എന്നെ ചൂഴ്ന്നിരിക്കുന്ന രഹസ്യം അനാവരണം ചെയ്യാൻ അങ്ങയ്ക്ക് കഴിയില്ലേ? ഹോംസ് മേശവലിപ്പിൽ നിന്നും ചെറിയൊരു ഡയറി എടുത്ത് പേജുകൾ മറിച്ചു. ഭവതി പറഞ്ഞോളൂ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പേര് ഹെലൻ സ്റ്റോണർ എന്നാണ്. ചിറ്റപ്പനോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഇംഗ്ലണ്ടിൽ സ്റ്റോക്ക് മോറലിലെ പ്രസിദ്ധ കുടുംബമായ റോയിലോട്ടിലെ അവസാനത്തെ അംഗമാണ് അദ്ദേഹം. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോംസ് പറഞ്ഞു. പണ്ട് രാജ്യത്തെ ഏറ്റവും ധനികരായിരുന്നു അവർ. വടക്ക് ബെർക്ക്ഷയർ വരെയും പടിഞ്ഞാറ് ഹാംപ്ഷയർ വരെയും വ്യാപിച്ചു കിടന്ന ഭൂസ്വത്ത് അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 4 തലമുറകളിലെ കാരണവന്മാർ ചൂതുകളിച്ചും ദീപാവലി കുളിച്ചും ഒക്കെ നശിപ്പിച്ചു. 200 വർഷം പഴക്കമുള്ള ഒരു മാളികയും ഏതാനും പുരയിടവും മാത്രം ബാക്കിയായി. അതുതന്നെ പണയത്തിലാണ്. ഏറ്റവും ഒടുവിൽ മരിച്ചുപോയ കുടുംബനാഥൻ്റെ ഏകപുത്രൻ എൻ്റെ ചിറ്റപ്പൻ മാറിയ പരിതസ്ഥിതികൾക്കനുസരിച്ച് ജീവിക്കാൻ ഉറച്ചു. ഒരു ബന്ധുവിനോട് കുറേ പണം വായ്പ വാങ്ങി മെഡിക്കൽ ഡിഗ്രി സമ്പാദിച്ച് കൽക്കത്തയിലേക്ക് പോയി. ധാരാളം പ്രാക്ടീസ് നേടി. കഷ്ടകാലമെന്ന് പറയട്ടെ.
എന്തോ കളവ് പോയതിൻ്റെ പേരിൽ അന്നാട്ടുകാരനായ ഭൃത്യനെ കഠിനമായി മർദ്ദിച്ചു. അവൻ മരിച്ചുപോയി. കഴുമരത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഡോക്ടർ റോയ്ലോട്ട് നീണ്ട ജയിൽവാസം കഴിഞ്ഞ് നിരാശനും മുൻചുണ്ടിക്കാരനുമായി ഇംഗ്ലണ്ടിലെത്തി. ചിറ്റപ്പൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ബംഗാൾ സൈന്യത്തിലെ മേജർ ജനറൽ സ്റ്റോണറുടെ വിധവയായിരുന്ന മിസ്സിസ് സ്റ്റോണറെ എൻ്റെ അമ്മയെ വിവാഹം ചെയ്തു. അന്ന് 2 വയസ്സായ ഇരട്ടപ്പറ്റ 2 പെൺകുട്ടികൾ അവർക്കുണ്ടായിരുന്നു. ഞാനും എൻ്റെ സഹോദരി ജൂലിയയും. ആണ്ടിൽ 1000 പവനിൽ കുറയാത്ത വരുമാനം അന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ വമ്പിച്ച സ്വത്ത് അവർ 2ാം ഭർത്താവിൻ്റെ പേരിൽ എഴുതി വെച്ചു. ഞങ്ങൾ കൂടെ താമസിക്കുന്ന കാലത്തോളം ആദായം അദ്ദേഹത്തിനെടുക്കാമെന്നും വിവാഹിതരാകുമ്പോൾ പ്രതിവർഷം ഒരു നിശ്ചിത തുക ഓരോരുത്തർക്കും നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥ. ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി ഏറെ കഴിയും മുമ്പ് ഒരു റെയിൽവേ അപകടത്തിൽ അമ്മ മരിച്ചു. ഇപ്പോൾ 8 വർഷമായി. ചിറ്റപ്പൻ ലണ്ടനിൽ പ്രാക്ടീസ് ആരംഭിക്കാനുള്ള ശ്രമം മതിയാക്കി ഞങ്ങളെയും കൂട്ടി നാട്ടിൽ മടങ്ങിയെത്തി. അമ്മയുടെ സമ്പാദ്യം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി കഴിയാമായിരുന്നു. ഞങ്ങൾ അല്ലലില്ലാതെ വളർന്നു വന്നു. ഇക്കാലത്ത് ഇളയച്ചനിൽ ഭയങ്കരമായ ചില മാറ്റങ്ങൾ പ്രകടമായി. വളരെ കാലം അടച്ചുകിടന്ന മാളികയിൽ ആൾപ്പാർപ്പുണ്ടായപ്പോൾ സന്തോഷിച്ച അയൽവാസികളുമായി ഇണങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. എപ്പോഴും വീട്ടിൽ അടച്ചിട്ടിരിക്കും. ഗ്രാമത്തിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ചിറ്റപ്പനെ നാട്ടിലെല്ലാവരും വെറുത്തു. ദേഷ്യം വന്നാൽ എന്തു ചെയ്യാനും മടിക്കാത്ത ആജാനുബാഹുവായ അദ്ദേഹത്തെ കണ്ട് ആളുകൾ ഓടി ഒളിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞതിൽ നിന്നും എൻ്റെയും സഹോദരിയുടെയും ജീവിതം അത്ര സുഖകരമല്ലെന്ന് അങ്ങയ്ക്ക് ഊഹിക്കാമല്ലോ. എൻ്റെ സഹോദരി മരിക്കുമ്പോൾ 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എന്നെപ്പോലെ മുടിയൊക്കെ നരച്ചു തുടങ്ങിയിരുന്നു. നിങ്ങളുടെ സഹോദരി മരിച്ചുപോയോ? ഉവ്വ്, 2 വർഷം മുമ്പ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അമ്മയുടെ ഒരു സഹോദരി മിസ് ഹോണോറിയ വെറ്റ്ഫെയിൽ ഹോരോയിൽ താമസിച്ചിരുന്നു. അവരെ കാണാൻ മാത്രം ഞങ്ങൾ വല്ലപ്പോഴും പോയിരുന്നു. 2 വർഷം മുമ്പ് ഒരു ക്രിസ്മസിന് ജൂലിയ അവിടെ പോയി. ഒരു നാവികോദ്യോഗസ്ഥനെ അവൾ പരിചയപ്പെട്ടു. അവർ തമ്മിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ഇളയച്ചൻ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് ആ അത്യാഹിതം സംഭവിച്ചു. എൻ്റെ സഹോദരി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരിയിരുന്ന ഹോംസ് കണ്ണു തുറന്ന് സന്ദർശകയെ നോക്കി. ആ സംഭവം വിശദമായി പറയൂ, അദ്ദേഹം പറഞ്ഞു. അതിന് വിഷമമില്ല. ഞങ്ങളുടെ മാളിക വളരെ പഴക്കമേറിയതാണ്. അതിൽ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഭാഗത്ത് താഴത്തെ നിലയിലാണ് ബെഡ്റൂമുകൾ. ആദ്യത്തേത് ഡോക്ടർ ഉപയോഗിക്കുന്നതാണ്. തൊട്ടടുത്ത് സഹോദരിയുടേതും അടുത്തത് എൻ്റേതുമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കാൻ മാർഗമൊന്നുമില്ല. എല്ലാറ്റിനും പൊതുവായൊരു വരാന്തയുണ്ടെന്ന് മാത്രം. ഓരോ മുറിയിലും പുറകിലത്തെ മൈതാനത്തിലേക്ക് തുറക്കുന്ന ജനാലകളുണ്ട്. ആ ശപിക്കപ്പെട്ട രാത്രി ഡോക്ടർ റോയ്ലോട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. എങ്കിലും ഉടനെ ഉറങ്ങാൻ കിടന്നില്ലെന്ന് അദ്ദേഹം പുകച്ചിരുന്ന ചുരുട്ടിൻ്റെ രൂക്ഷഗന്ധത്തിൽ നിന്നും മനസ്സിലായി. അത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരി കുറേ നേരം എൻ്റെ മുറിയിൽ വന്നിരുന്നു. ആസന്നമായ അവളുടെ വിവാഹത്തിൻ്റെ ഏർപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. 11 മണിയായപ്പോൾ അവൾ പോകാനായി എണീറ്റു. അവൾ മുറിയിലേക്ക് പോയി. അടുത്ത നിമിഷം താക്കോൽ അകത്തുനിന്നും പൂട്ടുന്ന ശബ്ദവും കേട്ടു. അന്നു രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഏതോ ആപത്തിനെ ചൊല്ലിയുള്ള അവ്യക്തമായ ഭയം മനസ്സിൽ തങ്ങി നിന്നു. ആ രാത്രി പ്രക്ഷുബ്ധമായിരുന്നു. പുറത്ത് ശക്തിയായ കാറ്റ് വീശിയിരുന്നു. തകർത്തു പെയ്ത മഴ ജനൽപ്പാളികളിൽ ആഞ്ഞടിച്ചു. ആ ബഹളത്തിനിടയ്ക്ക് പൊടുന്നനെ ഭയന്നു വിറച്ച ഒരു സ്ത്രീയുടെ നിലവിളി ഉയർന്നു. ഞാൻ ചാടി എണീറ്റ് ഒരു ഷാൾ പുതച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഓടിച്ചെന്നു. വാതിൽ തുറക്കുമ്പോൾ ഒരു ചൂളം വിളി ഉയർന്നു കേട്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കട്ടിയുള്ള ലോഹത്തകിട് നിലത്ത് വീണതുപോലെ ഒരു ശബ്ദം കേട്ടു.
ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അടുത്ത നിമിഷം വരാന്തയിലെ വെളിച്ചത്തിൽ ജൂലിയ വാതിൽക്കലേക്ക് നീങ്ങുന്നത് കണ്ടു. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. വീഴാതിരിക്കാൻ കൈകൾ അന്തരീക്ഷത്തിൽ പരതിക്കൊണ്ട് മദ്യപിച്ചവളെ പോലെ അവൾ ആടിക്കൊണ്ടിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് കാലുകൾ കുഴഞ്ഞ് അവൾ നിലത്ത് വീണു. അസഹ്യമായ വേദന കൊണ്ടെന്ന പോലെ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. കൈകാലുകൾ കോച്ചി വലിച്ചു. ഞാൻ കുനിഞ്ഞ് ആ മുഖത്ത് നോക്കി. പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞ് ഒരു വല്ലാത്ത ശബ്ദത്തിൽ വിലപിച്ചു. ഹെലൻ, പുള്ളിത്തലക്കെട്ട്, പുള്ളിത്തലക്കെട്ട് തന്നെ. ഡോക്ടറുടെ മുറിക്ക് നേരെ അവൾ വിരൽ ചൂണ്ടി. ശബ്ദം പുറത്തു വന്നില്ല. വീണ്ടും ഒരു വിറയൽ. അവൾ നിശ്ചലയായി. ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ചിറ്റപ്പൻ്റെ മുറിയിലേക്ക് ഓടി. ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് പുറത്തേക്കിറങ്ങിയായിരുന്ന അദ്ദേഹം അടുത്തു വന്നപ്പോൾ എൻ്റെ സഹോദരി ബോധരഹിതയായിരുന്നു. അദ്ദേഹം കുറച്ച് ബ്രാൻഡി അവളുടെ വായിലൊഴിക്കാൻ ശ്രമിച്ചു. അവൾക്ക് പിന്നെ ബോധം വീണ്ടും കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ മരിച്ചു. അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭയാനകമായ അന്ത്യം സംഭവിച്ചത്. ഒരു നിമിഷം നിൽക്കൂ, ഹോംസ് പറഞ്ഞു. ചൂളം വിളിയും ലോഹക്കഷ്ണം വീണതുപോലുള്ള ശബ്ദവും നിങ്ങൾ സ്പഷ്ടമായി കേട്ടുവോ? 2 ശബ്ദവും ഞാൻ കേട്ടുവെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. പിന്നെ രാത്രിയിലെ കാറ്റും മഴയുമൊക്കെ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാവുമോ എന്തോ. നിങ്ങളുടെ സഹോദരി ഏതുതരം വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ഉറങ്ങാൻ പോകുമ്പോഴുള്ള വസ്ത്രങ്ങൾ തന്നെ. അവളുടെ വലതുകൈയിൽ എരിഞ്ഞമർന്ന ഒരു തീക്കൊള്ളിയും ഇടത്തെ കൈയിൽ തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് അവൾ തീപ്പെട്ടി ഉരച്ച് ചുറ്റും നോക്കിയെന്നർത്ഥം. അത് പ്രധാനമാണ്. പോലീസിന്റെ നിഗമനം എന്തായിരുന്നു? പോലീസ് അന്വേഷണത്തിൽ മരണത്തിന് മതിയായ കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ അകത്തുനിന്നും കുറ്റിയിട്ടിരുന്ന വാതിൽ എൻ്റെ സഹോദരി തന്നെയാണ് തുറന്നത്. ജനാലകൾ രാത്രിതോറും അടച്ചു കുറ്റിയിട്ടിരുന്നു. ചുമരുകൾ നല്ല കട്ടിയുള്ളവയാണ്. നിലത്തും വിള്ളലുകളൊന്നുമില്ല. അവളുടെ ശരീരത്തിൽ മുറിവുകളൊന്നും കാണപ്പെട്ടില്ല. അതുകൊണ്ട് മുറിക്കുള്ളിൽ മറ്റാരും പ്രവേശിച്ചിരിക്കാനിടയില്ല. വിഷബാധയേറ്റതാവുമോ? ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല. എങ്കിൽ ആ ഹതഭാഗ്യയുടെ മരണത്തിന് ഹേതു എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഭയവും ഞെട്ടലും കൊണ്ടാണ് അവൾ മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തു കണ്ടിട്ടാണ് ഭയപ്പെട്ടതെന്ന് ഊഹിക്കാൻ സാധിക്കുന്നില്ല. ഹോംസ് തൃപ്തി വരാത്തതുപോലെ തലയാട്ടി. കഴിഞ്ഞ മാസം വളരെ കാലം എന്നെ അറിയാമായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് സഹായത്തിനെത്തി. പെഴ്സി ആർമിറ്റേജ് എന്നു പേരുള്ള അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. ചിറ്റപ്പൻ ഇതറിഞ്ഞപ്പോൾ വിസമ്മതമൊന്നും പ്രകടിപ്പിച്ചില്ല. 4 മാസം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഉറപ്പിച്ചു. 2 ദിവസം മുമ്പ് വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ചില അറ്റകുറ്റപ്പണികൾ തുടങ്ങി. ഞാൻ സഹോദരിയുടെ മുറിയിലേക്ക് മാറി. അവൾ കിടന്ന അതേ കട്ടിലിൽ എനിക്ക് ഉറങ്ങേണ്ടി വന്നു. ഇന്നലെ രാത്രി എൻ്റെ സഹോദരിയുടെ ദുരന്തത്തെക്കുറിച്ചോർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നപ്പോൾ അന്ന് മൃത്യുവിൻ്റെ സംഗീതമെന്ന പോലെ കേട്ട ചൂളം വിളി എൻ്റെ കാതുകളിലും എത്തി. ഞാൻ ചാടി എണീറ്റ് വിളക്കു കത്തിച്ചു. മുറി ആകെ പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. പിന്നീട് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പുലർച്ചയ്ക്ക് ആരും അറിയാതെ പുറത്തിറങ്ങി കുതിരവണ്ടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. താങ്കളെ കാണാനും ഉപദേശം ആരായാനും വേണ്ടി. നിങ്ങൾ ചെയ്തത് ബുദ്ധിപൂർവമായി, എൻ്റെ സുഹൃത്ത് പറഞ്ഞു. കുറെ കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഇന്ന് ഞങ്ങൾ സ്റ്റോക്ക് മുറാനിൽ വന്നാൽ നിങ്ങളുടെ ചിറ്റപ്പനെ അറിയാതെ മുറികൾ കാണാൻ തരപ്പെടുമോ? ഇന്ന് അദ്ദേഹം ഏതോ കാര്യത്തിന് പട്ടണത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. സന്ധ്യയ്ക്ക് മടങ്ങുകയുള്ളൂ അത്രേ. അങ്ങനെയെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങളെത്തും, ഹോംസ് പറഞ്ഞു. ഞാൻ കാത്തിരിക്കും. മൂടുപടം ധരിച്ച അവർ പുറത്തിറങ്ങി നടന്നു മറഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്സൺ? ഹോംസ് കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു. രാത്രി കേട്ട ചൂളം വിളിയും ജിപ്സികളുടെ സാന്നിധ്യവും
അവരുമായി നമ്മുടെ ഡോക്ടർക്കുള്ള ബന്ധവും ഹെലൻ്റെ വിവാഹം നടക്കരുതെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടാകാനിടയുണ്ടെന്ന നമ്മുടെ തോന്നലും പുള്ളിത്തലക്കെട്ടിനെക്കുറിച്ചുള്ള സൂചനയും സർവോപരി ലോഹക്കഷ്ണം വീണതുപോലെ മിസ് ഹെലൻ കേട്ട ശബ്ദവുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ അന്വേഷണം ആ വഴിക്ക് തന്നെയായാൽ നമുക്കത് തെളിയിക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരു തടിയൻ അകത്തു കയറി വന്നു. കയ്യിലൊരു ചാട്ടക്കമ്പുമായി ആഗതൻ നിന്നു. നിറയെ ചുളിവുകളുള്ള വെയിൽ കൊണ്ട് ചുവന്ന അയാളുടെ വലിയ മുഖത്ത് ക്രൂരത നിഴലിച്ചിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് ആ രൂപം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഹോംസ്? എൻ്റെ പേരാണ് സാർ, പക്ഷേ താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല. ഹോംസ് ശാന്തനായി പറഞ്ഞു, ഞാനാണ് സ്റ്റോക്ക് മൊറാനിലെ ഡോക്ടർ ഗ്രിസ്ബി റോയ്ലോട്ട്. ഓഹോ, ഡോക്ടർ ഇരിക്കൂ. ഞാൻ ഇരിക്കാൻ വന്നതല്ല. എൻ്റെ വളർത്തുമകൾ ഇവിടെ വന്നുവല്ലോ. അവൾ എന്താണ് പറഞ്ഞത്? ഹോംസ് പൊട്ടിച്ചിരിച്ചു. ഹോംസ് വലിയ കുറ്റാന്വേഷകൻ, സ്കോട്ട്ലൻഡ് യാർഡ് തലവൻ. പക്ഷേ എൻ്റെ കാര്യത്തിൽ തലയിടരുത്. എൻ്റെ മകൾ ഇവിടെ വന്നിരുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ അവളെ പിന്തുടരുകയായിരുന്നു. എന്നോട് കളിക്കുന്നത് നന്നല്ല. ഞാൻ ആളൽപ്പം പിശകാണ്. ഇത് കണ്ടോ? അയാൾ മുന്നോട്ട് ചെന്ന് അവിടെ നെരിപ്പോടിൽ തീക്കനൽ ഇളക്കിയിടാൻ വെച്ചിരുന്ന ഇരുമ്പുതണ്ട് വലിയ കൈകൾ കൊണ്ടെടുത്ത് വില്ലുപോലെ വളച്ചു. എൻ്റെ കയ്യിലകപ്പെടാതെ നോക്കുന്നത് തനിക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ ദണ്ട് അവിടെ ഇട്ട് അയാൾ തിരിഞ്ഞു നടന്നുപോയി. ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, എനിക്ക് അയാളുടെ അത്ര തടിയില്ല. പക്ഷേ അയാൾ ഇവിടെ കുറേ നേരം കൂടി നിന്നിരുന്നെങ്കിൽ എൻ്റെ കൈകൾക്കും ശക്തി കുറവല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുത്തേനെ. വളഞ്ഞ ഇരുമ്പുതണ്ട് ഹോംസ് കയ്യിലെടുത്ത് നിവർത്തി പൂർവ്വസ്ഥിതിയിലാക്കി. നമ്മുടെ ഗവേഷണം ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. അയാൾ അറിയാതെ ആ പെൺകുട്ടി ഇവിടെ വന്നത് അത്ര പന്തിയായില്ല. വരൂ വാട്സൺ, നമുക്ക് പ്രാതൽ കഴിക്കാം. എന്നിട്ട് ഞാൻ ഡോക്ടേഴ്സ് ക്ലബ്ബിൽ ചെന്ന് ചില വിവരങ്ങൾ തിരക്കട്ടെ. ഷെർലക് ഹോംസ് മടങ്ങി വന്നപ്പോൾ മണി 1 കഴിഞ്ഞിരുന്നു. അക്കങ്ങളും പേരുകളും കുറിച്ചിരുന്ന ഒരു നീലക്കടലാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോഴുണ്ടായിരുന്നു. അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇഷ്ടദാനപത്രം ഞാൻ കണ്ടു, ഹോംസ് പറഞ്ഞു. അന്ന് 1100 പവനായിരുന്നത് ഇന്ന് കൃഷിഭൂമിയിലുണ്ടായ വിലയിടിവ് കാരണം 750 ചുരുങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ഓരോ പെൺകുട്ടിക്കും 250 പവൻ വീതം കിട്ടണം. 2 പേരുടെ ഓഹരി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡോക്ടർക്ക് അധികമൊന്നും കിട്ടാനില്ല. ഇന്നു രാവിലത്തെ എൻ്റെ പ്രയത്നം വിഫലമായില്ല. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. നാം അയാളുടെ കാര്യത്തിൽ തൽപരരാണെന്നറിഞ്ഞതുകൊണ്ട് ഇനി താമസിച്ചുകൂടാ. വാട്സൺ, നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഉടനെ പുറപ്പെടണം. വാട്ടർലൂവിൽ തീവണ്ടിക്കു കാത്തു നിൽക്കേണ്ടി വന്നില്ല. ലെതർഹെഡിൽ ഇറങ്ങി ഒരു കുതിരവണ്ടിയിൽ 4-5 മൈൽ യാത്ര ചെയ്തു. നല്ല പ്രകാശമുള്ള പകൽ. എൻ്റെ സുഹൃത്ത് വണ്ടിയുടെ മുൻപിലത്തെ സീറ്റിൽ തലകുനിച്ച് തൊപ്പികൊണ്ട് കണ്ണുകൾ മറച്ച് ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന് എൻ്റെ തോളിൽ തട്ടി പുൽത്തകിടിയിലേക്ക് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, അതാ നോക്കൂ. ഒരു ചരിവിൽ വൻ വൃക്ഷങ്ങൾ വളർന്നു നിന്നതിനപ്പുറം വളരെ പഴയ ഒരു മാളികയുടെ മേൽക്കൂര ഉയർന്നു കണ്ടു. സ്റ്റോക്ക് മൊറാൻ? അദ്ദേഹം ചോദിച്ചു. അതെ, അതാണ് ഡോക്ടർ ഗ്രിംസ്ബി റോയ്ലോട്ടിൻ്റെ വീട്, വണ്ടിക്കാരൻ പറഞ്ഞു. മാളികയിലേക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങി കടമ്പ കടന്ന് വരമ്പത്തുകൂടെ നടന്നാൽ വേഗമെത്താം, വണ്ടിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി കൂലി കൊടുത്തു. ഞങ്ങളുടെ ആതിഥേയ സന്തോഷത്തോടെ ഓടിവന്ന് കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ചിറ്റപ്പൻ പട്ടണത്തിൽ പോയിട്ട് വൈകുന്നേരമേ വരൂ. ഞങ്ങൾക്ക് ആ മാന്യനുമായി പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ചുരുക്കം ചില വാക്കുകളിൽ ഹോംസ് സംഭവം വിവരിച്ചു. യുവതി ആലില പോലെ വിറച്ചു. ദൈവമേ, അങ്ങേര് എന്നെ പിന്തുടരുകയായിരുന്നു എന്നു തന്നെ തോന്നുന്നു. ഇന്നു രാത്രി നിങ്ങൾ മുറിപൂട്ടി അകത്തിരുന്നാൽ മതി. എന്തെങ്കിലും ബഹളമുണ്ടായാൽ ഞാൻ നിങ്ങളുടെ ഇളയമയുടെ സമീപത്ത് കൊണ്ടുചെന്നാക്കാം. ഉടനെ തന്നെ നമുക്ക് മുറികൾ പരിശോധിക്കാം.
കരിങ്കല്ലിൽ പണിത ആ കെട്ടിടം മധ്യത്തിൽ ഉയർന്ന മുഖപ്പും ഇരുവശങ്ങളിലും വൃത്താകൃതിയിലുള്ള ഉപഗ്രഹങ്ങളുമായി ഒരു വശത്തെ ജനാലകൾ തകർന്നും മേൽക്കൂര ഒടിഞ്ഞുതാണും കാണപ്പെട്ടു. നാശോന്മുഖമായ ആ മാളികയുടെ മധ്യഭാഗം ഒട്ടും മെച്ചമായിരുന്നില്ല. വലതുവശത്തെ മുറികൾ മാത്രം താരതമ്യേന കേടില്ലാത്തവയായിരുന്നു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ലക്ഷണമായി ചില സ്ഥലങ്ങളിൽ ഊഞ്ഞുകൊടുത്തും മറ്റിടങ്ങളിൽ ഇടിച്ചുപൊടിച്ചും ഇട്ടിരുന്നെങ്കിലും പണിക്കാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഹോംസ് ജനാലയ്ക്ക് പുറത്തുള്ള പുൽത്തകിടി സൂക്ഷ്മമായി പരിശോധിച്ചു. ഇത് നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറി, അടുത്തത് നിങ്ങളുടെ സഹോദരിയുടേത്, അപ്പുറത്തുള്ളത് ഡോക്ടർ റോയ്ലോട്ടിൻ്റേതും അല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ ഞാൻ മധ്യത്തിലുള്ള മുറിയിലാണ് ഉറങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ചുമര് പുതുക്കി പണിയേണ്ടതിൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല, എന്നെ എൻ്റെ പഴയ മുറിയിൽ നിന്നും മാറ്റാനുള്ള സൂത്രമാണതെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ ശരിയാകാം. ഈ മുറികൾക്കിടയ്ക്ക് ജനാലകളില്ലേ? ഉണ്ട്, പക്ഷേ വളരെ ചെറുതാണ്, ഒരാൾക്ക് കടന്നുപോകാൻ പറ്റാത്തവ. ഹോംസ് പറഞ്ഞു. ജനാലകൾ അടച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കുക അസാധ്യം തന്നെ. ഇനി മുറിക്കകം നോക്കാം. മിസ് ഹെലൻ സ്റ്റോണർ ഇപ്പോൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറിയിൽ ഞങ്ങൾ പ്രവേശിച്ചു. സൗകര്യപ്രദമായ ഒരു ചെറിയ മുറി, അധികം പൊക്കമില്ലാത്ത മേൽക്കൂര, ഒരറ്റത്ത് തണുപ്പുകാലത്ത് തീയിടാനുള്ള നെരിപ്പോട്, മറ്റൊരു മൂലയ്ക്ക് ഒരു അലമാരയും. ജനാലയുടെ ഒരു വശത്തായി ഒരു ഡ്രസ്സിംഗ് ടേബിളും 2 ചൂരൽ കസേരകളും വീതി കുറഞ്ഞ ഒരു കട്ടിലും ഉണ്ടായിരുന്നു. ഹോംസ് കസേര വലിച്ചിട്ട് ഒരു മൂലയ്ക്കിരുന്നു. ചുറ്റും നോക്കി. മുകളിലും താഴെയും വശങ്ങളിലുമുള്ള എല്ലാ വസ്തുക്കളെയും ആ സൂക്ഷ്മദൃഷ്ടികൾ ഒഴിഞ്ഞു. ഈ ചരട് എങ്ങോട്ടാണ് പോകുന്നത്? മണിയടിക്കാനെന്ന പോലെ കെട്ടിത്തൂക്കിയിരുന്ന ഒന്നിനെ ചൂണ്ടിക്കാട്ടി ഹോംസ് ചോദിച്ചു. അതിൻ്റെ തുഞ്ചം കട്ടിൽ തലയ്ക്കൽ തലയണയോട് ചേർന്ന് കിടന്നിരുന്നു. പരിചാരികയുടെ മുറിയിലേക്കാണ്. ഇത് താരതമ്യേന പുതിയതാണല്ലോ. അതെ, 2 വർഷം മുമ്പാണ് സ്ഥാപിച്ചത്. നിങ്ങളുടെ സഹോദരി ആവശ്യപ്പെട്ടതുകൊണ്ടാണോ? ഞങ്ങൾ മണിയടിച്ച് ആരെ വിളിക്കാൻ? അതുകൊള്ളാമല്ലോ. ചരട് പിടിച്ചു വലിച്ചു നോക്കി. ഇത് വെറുതെയാണല്ലോ. ഇതിൻ്റെ അറ്റത്ത് മണിയുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണോ? ഹെലൻ അത്ഭുതപ്പെട്ടു. അതാ നോക്കൂ, അപ്പുറത്ത് വെന്റിലേറ്ററിൻ്റെ മുകളിലെ കൊളുത്തിൽ കെട്ടിയിരിക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണ്! ഞാനത് ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അത്ഭുതമായിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഈ മുറി ആര് പണിയിച്ചതായാലും ചില പോരായ്മകളുണ്ട്. അടുത്ത മുറിയിലേക്ക് തുറക്കുന്ന വെന്റിലേറ്ററിൻ്റെ ആവശ്യമെന്ത്? പുറത്തേക്കായിരുന്നെങ്കിൽ കാറ്റ് കിട്ടുമായിരുന്നു. വെന്റിലേറ്റർ പണിയിച്ചത് അടുത്ത കാലത്താണ്. വിചിത്രം തന്നെ. മണിയടിക്കാനൊക്കാത്ത ചരട്, കാറ്റ് കിട്ടാത്ത വെന്റിലേറ്റർ. ഡോക്ടർ കിംസ്ബി റോയ്ലോട്ടിൻ്റെ മുറി കുറെ കൂടി വലിപ്പമുള്ളതായിരുന്നു. പക്ഷേ അകസാമാനങ്ങൾ അധികമൊന്നുമില്ല. ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു, കൂടുതലും സാങ്കേതിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഒരു കട്ടിലും ചാരുകസേരയും വട്ടമേശയും അവയ്ക്കരികിലുണ്ടായിരുന്ന വലിയ ഇരുമ്പലമാരയും ഒറ്റ നോട്ടത്തിൽ ദൃഷ്ടിയിൽപ്പെട്ടു. ഹോംസ് ഒന്നൊന്നായി തൊട്ടും തലോടിയും നോക്കി. ഇതിനകത്ത് പൂച്ചയൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? ഇതാ, ഇത് നോക്കൂ. അലമാരയുടെ മുകളിലിരുന്ന ഒരു ചെറിയ പിഞ്ഞാൺ ഹോംസ് കയ്യിലെടുത്തു. അതിൽ കുറച്ച് പാലുണ്ടായിരുന്നു. ഞങ്ങൾ പൂച്ചയെ വളർത്തുന്നില്ല, പുള്ളിപ്പുലിയും കുരങ്ങുമേയുള്ളൂ. ഹോംസിൻ്റെ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു വസ്തു ഒരു ചങ്ങലയായിരുന്നു. പട്ടിയെ കെട്ടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു തുടൽ. അതിൻ്റെ ഒരറ്റം കട്ടിലിൽ ബന്ധിച്ചിരുന്നു, മറ്റേ അറ്റം വളച്ച് കൊളുത്തുപോലെ ആക്കിയിരുന്നു. ഹോംസ് മുറിക്ക് പുറത്തിറങ്ങി. അദ്ദേഹം ഗാഢമായ ചിന്തയിൽ മുഴുകി. പുറത്തെ പുൽപ്പരപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആലോചനയ്ക്ക് തടസ്സമുണ്ടാക്കിയില്ല. അവസാനം സ്വപ്നത്തിൽ നിന്നും ഉണർന്നിട്ടെന്നവണ്ണം ഹോംസ് പറഞ്ഞു, മിസ് സ്റ്റോണർ, ഞാൻ പറയുന്നത് അക്ഷരം പ്രതി നിങ്ങൾ അനുസരിക്കണം. തീർച്ചയായും ഞാൻ അനുസരിക്കാം. ഒന്നാമതായി, ഇന്നു രാത്രി ഞാനും എൻ്റെ സ്നേഹിതനും നിങ്ങളുടെ മുറിയിൽ കഴിച്ചുകൂട്ടാൻ പോകുന്നു. ഞാനും ഹെലൻ സ്റ്റോണറും അത്ഭുതപ്പെട്ടു മുഖത്തോട് മുഖം നോക്കി. ഞാൻ വിശദമാക്കാം. അടുത്ത് ഒരു ചെറിയ ഹോട്ടലില്ലേ?
ഉണ്ട്, ക്രൗൺ ലോഡ്ജ്. ഞങ്ങൾ തൽക്കാലം അവിടെ തങ്ങാം. രാത്രി ഇവിടെ എത്താം, ഹോംസ് തുടർന്നു. ഇന്ന് ചിറ്റപ്പൻ വരുമ്പോൾ നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങണ്ട. തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടക്കാൻ പോവുക. രാത്രി ചിറ്റപ്പൻ മുറിയിൽ കയറി കതകടച്ചെന്ന് ഉറപ്പായാൽ മെല്ലെ ജനാല തുറന്ന് ഒരു വിളക്ക് കത്തിച്ച് കാണിക്കണം. ഞങ്ങൾക്ക് അടയാളത്തിനാണ്. എന്നിട്ട് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ നിങ്ങളുടെ പഴയ മുറിയിലേക്ക് പോവുക. ശേഷമെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. രാത്രി നിങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഉണർന്നിരുന്ന് നിങ്ങളെ അലോസരപ്പെടുത്തിയ ശബ്ദത്തിൻ്റെ ഉറവിടമെന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. മിസ് ടോണർ ഹോംസിൻ്റെ കൈകൾ കടന്നു പിടിച്ച് ചോദിച്ചു. അങ്ങയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു. മിക്കവാറും. സമയമേറെയായി, ഞങ്ങൾ പോകുന്നു. ഡോക്ടർ റോയ്ലോട്ട് മടങ്ങിവന്ന് ഞങ്ങളെ കണ്ടാൽ ഇന്നത്തെ യാത്ര വെറുതെയാവും. നമസ്തേ. ക്രൗൺ ഹോട്ടലിൽ ഞങ്ങളൊരു മുറിയെടുത്തു. മുകളിലത്തെ നിലയിലുള്ള ആ മുറിയിൽ നിന്ന് നോക്കിയാൽ സ്റ്റോക്ക് മൊറാനിലുള്ള ഗേറ്റും മാളികയിലെ മുറികളും നല്ലപോലെ കാണാമായിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ ഡോക്ടർ ഗ്രിംസ്ബി റോയ്ലോട്ട് വണ്ടിയിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടു. ആ ഭീമാകാരത്തിന് മുന്നിൽ വണ്ടിക്കാരൻ്റെ രൂപം വളരെ ചെറുതായി തോന്നി. ഇരുട്ടിൽ കുത്തിയിരിക്കവേ ഹോംസ് എന്നോട് പറഞ്ഞു, വാട്സൺ, ഇന്നു രാത്രി നിങ്ങളെ കൂടി കൊണ്ടുപോകാൻ എനിക്ക് മടിയുണ്ട്. അപകടകരമായ ഒരു ദൗത്യമാണിത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഞാൻ ചോദിച്ചു. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്നതിൽ സംശയമില്ല. എങ്കിൽ ഞാൻ തീർച്ചയായും വരും. വളരെ നന്ദി. മണി 9 മാളികയിലെ വിളക്കുകൾ അണഞ്ഞു. അന്ധകാരം അതിനെ ആവരണം ചെയ്തു. 2 മണിക്കൂർ കൂടി കടന്നുപോയി. കൃത്യം 11 അതാ നേരെ മുൻപിൽ ഒരു പ്രകാശം ദൃശ്യമാകുന്നു. ഹോംസ് ചാടി എണീറ്റു. വരൂ, അതാണ് അടയാളം. നടുവിലത്തെ മുറിയിലെ ജനാലയിൽ തന്നെയാണ് വെളിച്ചം. ഞങ്ങൾ പുറത്തിറങ്ങി. ഇരുണ്ട നിരത്തിൽ അകലെ കണ്ട നേരിയ വെളിച്ചത്തിന് ലക്ഷ്യമാക്കി നടന്നു. മരങ്ങളുടെ ഇടയിൽ കൂടി പുൽത്തകടിയിൽ പ്രവേശിച്ച് ജനലിലൂടെ മുറിയിൽ കടക്കാൻ തുനിഞ്ഞപ്പോൾ ഒരു വൃത്തികെട്ട ബീഭത്സമായ സത്വം അങ്ങോട്ട് ഓടുന്നത് കണ്ടു. ഹോംസ് അടുത്ത നിമിഷം എൻ്റെ കൈക്ക് പിടിച്ച് അടക്കിയ ചിരിയോടെ പറഞ്ഞു, അത് വാലില്ല കുരങ്ങനാണ്. ഡോക്ടറുടെ വളർത്തുമൃഗങ്ങളെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ ഓർത്തത്. ഹോംസിനെ പിന്തുടർന്ന് മുറിക്കകത്ത് കയറിയപ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. എൻ്റെ സ്നേഹിതൻ ശബ്ദമുണ്ടാക്കാതെ ജനാല അടച്ചു കൊളുത്തിയിട്ടു. വിളക്ക് ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. അവിടെ മാകെ കണ്ണോടിച്ചു. പകൽ കണ്ടതുപോലെ തന്നെ. എനിക്ക് മാത്രം കേൾക്കത്തക്കവണ്ണം ഹോംസ് പറഞ്ഞു, വിളക്കണച്ചിട്ട് ഇരുട്ടത്തിരിക്കാം. വെന്റിലേറ്ററിൽ കൂടി പ്രകാശം അപ്പുറത്ത് കടന്നു ചെല്ലും. ഒട്ടും ശബ്ദമുണ്ടാക്കരുത്. ഞാൻ തലകുലുക്കി. ഉറങ്ങിയേക്കരുത്. ജീവൻ അപകടത്തിലാണെന്ന് ഓർമ്മ വേണം. പിസ്റ്റൾ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചിലപ്പോൾ ആവശ്യമായി വന്നേക്കും. നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കൂ. ഞാൻ കട്ടിലിൻ്റെ കാൽക്കലിരിക്കാം. ഞാൻ റിവോൾവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഹോംസ് നീണ്ട ഒരു ചൂരൽ കയ്യിൽ കരുതിയിരുന്നു. മെഴുകുതിരിയും തീപ്പെട്ടിയും കയ്യെത്തുന്നിടത്ത് വെച്ചിട്ട് വിളക്കണച്ചു. അവിടെങ്ങും ഇരുൾ വ്യാപിച്ചു. ആ രാത്രിയിലെ കാത്തിരിപ്പ് ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഒരു ശബ്ദവും ഞാൻ കേട്ടില്ല. ഏതാനും അടി അകലെ കണ്ണുകൾ തുറന്ന് ബദ്ധശ്രദ്ധനായി വല്ലാത്ത പിരിമുറുക്കത്തോടെ ഹോംസ് ഇരിപ്പുണ്ടെന്നും എനിക്കറിയാം. മുറിക്കകത്ത് കൂരിരുട്ടു തന്നെ. പുറത്തുനിന്നും കൂമൻ്റെ മൂളലുകൾ ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ജനാലയുടെ പുറത്ത് പൂച്ച മാന്തുന്നത് പോലെ തോന്നി. അങ്ങകലെ 15 മിനിറ്റ് ഇടവിട്ട് പള്ളിമണി അടിക്കുന്ന ശബ്ദം മുഴങ്ങിയിരുന്നു. 12 അടിച്ചു. 1 2 3 അജ്ഞാതമായ എന്തോ ഒന്നിനെ കാത്ത് അപ്പോഴും ഞങ്ങൾ അവിടെ ഇരുന്നു. പെട്ടെന്ന് എരിയുന്ന എണ്ണയുടെ രൂക്ഷമായ ഗന്ധം പരന്നു. അടുത്ത മുറിയിൽ ആരോ എണ്ണവിളക്ക് കത്തിച്ചിരിക്കുന്നു. ആരോ അനങ്ങുന്ന ശബ്ദം കേട്ടു. വീണ്ടും നിശബ്ദത. പിന്നെയും അരമണിക്കൂർ ഞാൻ ചെവിയോർത്തിരുന്നു. അതാ വേറൊരു ശബ്ദം. സൗമ്യമായ മൃദുവായ ഒരു ശബ്ദം. അത് കേട്ട നിമിഷം ഹോംസ് ചാടി എണീറ്റ് തീപ്പെട്ടി ഉരസി ചൂരലെടുത്ത് ചരടിൽ ആഞ്ഞടിച്ചു. അത് കണ്ടോ വാട്സൺ? അത് കണ്ടോ? അദ്ദേഹം ചോദിച്ചു.
ഞാനൊന്നും കണ്ടില്ല. മെല്ലെ ചൂളമടിക്കുന്ന ശബ്ദം മാത്രം കേട്ടു. ഹോംസ് ഓങ്ങിയടിച്ചത് എന്തിനെയായിരുന്നെന്ന് മാത്രം മനസ്സിലായില്ല. ഹോംസ് വെന്റിലേറ്ററിൽ നോക്കിക്കൊണ്ട് നിന്നു. പൊടുന്നനെ ഒരു ദീനരോധനം മജ്ജയെ മരവിപ്പിക്കുമാറ് ഉയർന്നു കേട്ടു. വേദനയും കോപവുമെല്ലാം കൂടിച്ചേർന്ന ഒരു വിലാപമായിരുന്നു അത്. അത് കേട്ട് അങ്ങകലെ ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്നവർ പോലും ഞെട്ടിയുണർന്നെന്ന് പറയുന്നു. ഞങ്ങളുടെ ഹൃദയം ഒരു നിമിഷം സ്പന്ദിക്കാൻ മറന്നുപോയി. ഞാൻ ഹോംസിനെയും ഹോംസ് എന്നെയും നോക്കിക്കൊണ്ട് നിന്നു. ആ ശബ്ദത്തിൻ്റെ അവസാനത്തെ വിജയം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതുവരെ. അതെന്തായിരിക്കും? ഞാൻ ചോദിച്ചു. എല്ലാം കഴിഞ്ഞുവെന്നർത്ഥം, ഹോംസ് പറഞ്ഞു. നമുക്ക് ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മുറിയിലേക്ക് പോകാം. ഞങ്ങൾ വിളക്കു കത്തിച്ച് വരാന്തയിൽ ഇറങ്ങി. തള്ളിയപ്പോൾ വാതിൽ തുറന്നു. ഹോംസ് മുമ്പിലും കയ്യിൽ പിസ്റ്റളുമായി തൊട്ടുപിന്നിൽ ഞാനും ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മുറിക്കുള്ളിൽ കടന്നു. മുറിക്കകത്ത് ഞങ്ങൾ എന്താണ് കണ്ടതെന്നോ? മേശപ്പുറത്ത് ഒരു വിളക്ക് കത്തുന്നു. അതിൻ്റെ പ്രകാശനാളം ഇരുമ്പലമാരയുടെ നേർക്ക് വെളിച്ചം വീശി. അലമാര തുറന്നിരുന്നു. സമീപത്ത് ഒരു കസേരയിൽ ഡോക്ടർ റോയ്ലോട്ട് ഇരുന്നിരുന്നു. നിശാവസ്ത്രങ്ങൾ അണിഞ്ഞ് കാലുകൾ നീട്ടിയിരുന്ന അയാളുടെ മടിയിൽ പകൽ ഞങ്ങൾ കണ്ട തുടൽ ഒരു ചെറിയ വടിയുടെ അറ്റത്ത് കോർത്തമട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അയാളുടെ നോട്ടം മച്ചിൻ്റെ ഒരു കോണിൽ തറച്ചിരുന്നു. ആ തലയ്ക്ക് ചുറ്റും നെറ്റിയിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികളോട് കൂടിയ ഒരു മഞ്ഞ നാട ചുറ്റിയിരുന്നു. ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അനങ്ങിയില്ല. കണ്ടോ, പുള്ളിത്തലക്കെട്ട് കണ്ടോ? ഹോംസ് മന്ത്രിച്ചു. ഞാൻ 2 ചുവട് മുന്നോട്ട് വെച്ചു. ആ നാട അനങ്ങി തുടങ്ങി. മുടിക്കിടയിൽ നിന്നും വൈരക്കല്ല് പോലുള്ള തല ഉയർത്തി. അതൊരു വിഷപ്പാമ്പായിരുന്നു. അണലിയാണ്, ഹോംസ് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ്. അതിൻ്റെ കടിയേറ്റ് 10 സെക്കൻഡിനുള്ളിൽ അയാൾ മരിച്ചുപോയി. ക്രൂരത വിതച്ച് ക്രൂരത കൊയ്തു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഈ ജീവിയെ അതിൻ്റെ മാളത്തിലാക്കിയിട്ട് നമുക്ക് ഹെലൻ സ്റ്റോണറെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. പോലീസിനെയും വിവരം അറിയിക്കണം. ഹോംസ് മൃതദേഹത്തിൻ്റെ മടിയിൽ കിടന്ന തുടലിൻ്റെ വളയത്തിൽ സർപ്പത്തെ കോരിയെടുത്ത് മെല്ലെ അലമാരയ്ക്കകത്താക്കി അലമാര പൂട്ടി. ഡോക്ടർ ഗ്രിംസ്ബി റോയ്ലോട്ടിൻ്റെ മരണത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ ഇത്രയുമാണ്. മുറിക്കുള്ളിൽ ഉറങ്ങുന്നയാളെ നേരിടുന്ന ആപത്ത് വാതിലിലൂടെയോ ജനലിലൂടെയോ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് വെന്റിലേറ്ററിലും സമീപത്തുള്ള ചരടിന്മേലും എൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. പാമ്പിൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഇന്ത്യയിലെ വന്യമൃഗങ്ങളെ സ്നേഹിച്ചിരുന്നയാളാണല്ലോ ഡോക്ടർ. രാസപരീക്ഷണങ്ങൾക്കൊന്നും തെളിയിക്കാൻ കഴിയാത്ത വിധം സർപ്പവിഷം കൊണ്ട് നരഹത്യ നടത്താമെന്ന് ഇന്ത്യയിൽ പരിശീലനം നേടിയ അയാൾ മനസ്സിലാക്കി. വളരെ വേഗം വിഷം ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യും. ചൂളംവിളിയെക്കുറിച്ച് ഞാൻ അപ്പോൾ ഓർത്തു. വെളിച്ചമാവുന്നതിന് മുമ്പ് പാമ്പിനെ തിരിച്ചു വിളിക്കണം. അതിനയാൾ പരിശീലിച്ചു വന്നു. ഇതിനു വേണ്ടിയായിരിക്കണം പാത്രത്തിൽ പാല് വെച്ചിരുന്നത്. വെന്റിലേറ്ററിലൂടെ ചരട് വഴി അത് മെത്തയിൽ ഊർന്നിറങ്ങും. ഉറങ്ങുന്നയാളെ അത് കടിച്ചെന്നും ഇല്ലെന്നും വരാം. എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനിരയാകാതെ ഇരിക്കില്ല. മുറിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു. അലമാരയും പാൽപാത്രവും തുടലും കൂടിയായപ്പോൾ സംശയങ്ങളെല്ലാം അകന്നു. ഹെലൻ കേട്ട ലോഹക്കഷ്ണം വീണതുപോലുള്ള ശബ്ദം അലമാര ധൃതിയിൽ അടച്ചുപൂട്ടിയ ശബ്ദമാണ്. ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തെളിവ് ഹാജരാക്കാൻ ഞാൻ നടത്തിയ ശ്രമം നിങ്ങൾ കണ്ടല്ലോ. പാമ്പിൻ്റെ സീൽക്കാരം കേട്ടപ്പോൾ തന്നെ ഞാനതിനെ ചൂരൽ കൊണ്ടടിച്ചു. അത് വെന്റിലേറ്ററിലൂടെ തിരിച്ചോടി മറുവശത്ത് ചെന്ന് അതിൻ്റെ യജമാനെ തന്നെ ആക്രമിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ ഗ്രിംസ്ബി റോയ്ലോട്ടിൻ്റെ മരണത്തിന് കാരണം ഞാനാണ്. പക്ഷേ അതിലെനിക്ക് പശ്ചാത്താപമൊന്നുമില്ല.